അതായത് നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരാണ് പലരും ഇതിൽ മുടങ്ങാതെ കുടുംബപ്രാർത്ഥന നടത്തുന്നവരും കുറേ നല്ല ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് അരൂപി പ്രാപിച്ചവർ ഇതിലുണ്ടെന്നാണ് ഒരു സൂചന. വ്യക്തിപരമായിട്ടും പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുന്നവരുമൊക്കെയാണ്. നിങ്ങളെക്കുറിച്ച് പലർക്കും നല്ല സ്പിരിച്വൽ അസസ്മെൻ്റ് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ഈശോ പറയണത്. നല്ല അസസ്മെൻ്റ് ഉണ്ടെന്ന്. പക്ഷേ വെൻ വി കം ടു ദി കവനൻ്റ് പ്രേയർ, നമ്മൾ ഒരു കവനൻ്റ് പ്രേയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസ്പോസിഷൻ വേണ്ടത് നിങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങണ പോലെ തുടങ്ങണം. catch me, സീറോയിൽ നിന്ന്, ഡിവൈഡ് ഓഫ് യുവർ മെറിറ്റ്സ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സ്പിരിച്വൽ കപ്പാസിറ്റി അതൊരു മെറിറ്റായിട്ട് വരും, യോഗ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈശോയോട് ഒരു രാജിക്ക് തയ്യാറാകണം. കർത്താവേ, ആസ് യു നോ, നിനക്കറിയാവുന്ന പോലെ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, ഞാൻ നീയുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി ജോലി ചെയ്യുന്നയാളാണ്, നിൻ്റെ പ്രതി നിൻ്റെ ജീവിതത്തെ നിൻ്റെ വചനമനുസരിച്ചൊക്കെ ജീവിക്കാൻ വേണ്ടി എന്നോട് തന്നെ മൽപ്പിടുത്തം നടത്തുന്നയാളാണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ നൗ, ഇപ്പോഴും മുതലേ ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് വരികയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഡിഫറെൻ്റ് തിങ്. ഇതൊരു ഡിഫറെൻ്റ് തിങ്ങാണ്. നമ്മൾ മറ്റ് ഏതെങ്കിലും ഇന്ന് വരെ നമുക്ക് പരിചിതമായ പ്രാർത്ഥനാ രീതികളുമായിട്ട് ഇതിന് എസെൻഷ്യൽ റിലേഷൻസ് ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മുൻവിധികളുണ്ടെങ്കിൽ അതിനോട് രാജി പറഞ്ഞിട്ട് നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. തുടങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നമുക്കറിയാം, ദൈവം എപ്പോഴും കൊതിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഈ കവനൻ്റ് എന്ന് പറയണത്. ഞാനീ പട്ടമൊക്കെ ആഘോഷിക്കുന്ന കാര്യം, പട്ടത്തെ ഞാനൊരു കവനൻ്റായിട്ട് ആദ്യം മുതലേ കണ്ടത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ഉടുപ്പൊന്നും മാറ്റത്തില്ല, സാധാരണഗതിയിൽ സഭാവസ്ത്രം മാറ്റത്തില്ല. ഇൻ കേസ് സാഹിത്യ അക്കാദമി പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ ക്ലോസറ്റ്സ് ലാട്രിനൊക്കെ അത്ര ഗുണമുള്ളതല്ലാത്ത കൊണ്ട് അപ്പം മാത്രമാണ് ഞാൻ. പിന്നെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കിടക്കാൻ നേരത്ത് ചില സമയത്ത് ഉടുപ്പിട്ടൊക്കെ തന്നെ കിടക്കും. അവിടുത്തെ സിറ്റുവേഷൻസ് മോശമാണെങ്കിൽ ഞാൻ പാൻസിട്ട് ആണ് ചിലപ്പോൾ ട്രെയിനിൽ കിടക്കുന്നത്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, സഭാവസ്ത്രം വാങ്ങിക്കുന്ന മുമ്പ് ഞാൻ ഈശോയുമായിട്ടൊരു എഗ്രിമെൻറ്റ് ചെയ്തായിരുന്നു. 2 എഗ്രിമെൻറ്റ് ചെയ്തായിരുന്നു. ഒന്ന്, മെത്രാനച്ഛൻ എന്നാ പറഞ്ഞാലും മോതിരം മുത്തി പോരുകയുള്ളൂ, അതിനെതിരെ ഒരു വാക്ക് സംസാരിക്കത്തില്ലെന്ന് കവനൻ്റ് പറഞ്ഞായിരുന്നു സഭ. അതാണ് കർത്താവ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചതിൻ്റെ ഒരു കാരണം. മെത്രാനച്ഛനെ അത് ഞാൻ ഡീക്കനായപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു നോട്ടാണ്. അപ്പോസ്തലൻ എന്നാ പറഞ്ഞാലും നീ കേട്ടാൽ മതിയെന്ന്. അപ്പോൾ അപ്പോസ്തലൻ എന്നാ പറഞ്ഞാലും ഞാൻ കേൾക്കുക മാത്രമേ ഉള്ളൂ. അത് കാരണം ഭയങ്കര ദുരിതം പിടിച്ച ഇടവകയിലൊക്കെ എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എനിക്ക് വെച്ച് തട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു അക്ഷരം പോകാൻ പറ്റത്തില്ലെന്ന്, അത് ബുദ്ധിമുട്ടാണെന്ന് പറയത്തില്ല. ഇറ്റ്സ് എ കവനൻറ്റ്. നമ്മുടെ റിലേഷൻ ദൈവമായിട്ടുള്ളത് ഒരു ഉടമ്പടിയാണ്. നമ്മൾക്ക് ഉടമ്പടിയോട് വരണത്, എൻ്റെ മക്കളൊരു വിശ്വസ്തത. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചേ. കർത്താവായ ഈശോയെ, ഞങ്ങൾ ആയിരിക്കുന്ന ഉടമ്പടിയിലെ അങ്ങയോട് അങ്ങയുടെ കൃപാവരത്താൽ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്വസ്തത പാലിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴ് നമ്മൾ പഴയ നിയമങ്ങൾക്ക് ഉള്ള വാഗ്ദാനം എന്താണ്? അതായത് പഴയ നിയമങ്ങളിലെല്ലാം ദൈവം ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. ക്ലിയർ അല്ലേ? ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ട് ഉടമ്പടി ചെയ്യാം. അപ്പോൾ ഒരു വീണ്ടെടുപ്പ് വിഷയം വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന 2 കണ്ടൻറ്റുകളുണ്ട്. ഒന്ന് സ്പേസും രണ്ടാമത്തെ ടൈമുമാണ്. വീണ്ടെടുപ്പ് വരുമ്പോൾ, ഒരു സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പ് വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന 2 കണ്ടൻറ്റ്. ഇപ്പോൾ നിങ്ങളുടെ തന്നെ പ്രശ്നം, നിങ്ങളുടെ തന്നെ വീണ്ടെടുപ്പ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പാകോടമ്പടി, നിങ്ങളുടെ ജപ്തി നടപടി, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ നിങ്ങളുടെ ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസ് പ്രോബ്ലംസ്, ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പുമായിട്ട് വരുന്ന ഒരു ദൈവം ആ ഉദ്യമത്തിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ ദൈവത്തിന് കൺഫ്രണ്ട് ചെയ്യേണ്ട 2 എൻറ്റിറ്റീസ് ഉണ്ട്. ഒന്ന് പ്ലേസും ഒന്ന് ടൈമുമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ പാടായിരിക്കും. പഴയ നിയമത്തിലൊക്കെ ദൈവം കൂടുതൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് സ്ഥലമാണ്. സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിക്കും, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം ദൈവം അവർക്ക് കൊടുക്കും. നിൽക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം കൊടുക്കുക. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. എന്ന് വെച്ചാൽ, എന്തിനാണ് നിങ്ങൾ വിശുദ്ധീകരിക്കുന്നത്? എന്തിനാണ് നീ ഇപ്പം തന്നെ മോസസിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ എബ്രാഹത്തിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പോരാൻ പറഞ്ഞു. സ്ഥലം ക്ലിയർ അല്ലേ? മോസസിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം നീ നല്ല സ്ഥലത്താണ് വന്ന് എത്തിയിരിക്കണത്. അവർ ഇടിയുണ്ടാക്കി പോകുന്നതാണല്ലോ. ചില സമയത്ത് നമ്മൾ ഇടിയുണ്ടാക്കി കഴിയുമ്പോൾ ദൈവം തന്നെ ഇടിയുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല സ്ഥലത്തേക്ക് അപ്പോൾ ഒരു വഴക്കുണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നല്ല സ്ഥലത്ത് ചേട്ടാനിയമായിട്ടൊരു കൊളീഷൻ ഉണ്ടായി, അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നാത്തുമായിട്ടൊരു പോരുണ്ടായി, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ചിലപ്പോൾ അമ്മായിയും മരുമോളും തമ്മിൽ ഗുസ്തി ഉണ്ടായി, വിഷമിക്കേണ്ട. പക്ഷേ ആ ഒരു ഗുസ്തിയിലൂടെ ചിലപ്പോൾ ദൈവം നിങ്ങളെ നല്ല സ്ഥലത്തേക്ക്, വിശുദ്ധമായ സ്ഥലത്തേക്ക്, നിനക്ക് വളർന്ന് തഴച്ച് വളരാൻ പറ്റിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കും. ഇറ്റ്സ് എ ഷിഫ്റ്റിംഗ് ടൈം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പറ്റി അയ്യോ അങ്ങനെ ഉണ്ടായില്ല, അമ്മയോട് അങ്ങനെ പറഞ്ഞില്ല, ചേട്ടനോട് അങ്ങനെ പറഞ്ഞില്ല, നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ എളിഭ്യനായില്ല, ഇങ്ങനെ ഒന്നും പഴയ കാര്യങ്ങളെ ഓർത്ത് ഒന്നും സങ്കടപ്പെടേണ്ട ഒരു കഥയുമില്ല. കർത്താവ് എന്തോ തീരുമാനിച്ചിട്ടാണ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് എങ്ങനെയും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോസസ് ഒരു ഇടി ഉണ്ടാക്കിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ആരോട് ഇടി ഉണ്ടാക്കിയത്? ഒരു ഈജിപ്ഷ്യനുമായിട്ട് ഇടിയുണ്ടാക്കി അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 2:11-12. പുറപ്പാട് 2:11-12. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അടിയുണ്ടായി. ഈജിപ്തുകാരൻ ഒരു യഹൂദനെ അടിക്കണത് കണ്ട് മോസസ് നേരിട്ട് കണ്ട്. അവൻ ചുറ്റും നോക്കി. മോസസിന്റെ രക്തം തിളച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു. ഇതോടുകൂടി പ്രശ്നമായിപ്പോയി. ഒരു പ്രശ്നം, ഒരു വ്യക്തി ഒരു അവിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് നോക്കണം. നിങ്ങളുടെ വീട്ടിലൊരു കലഹം ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്ഥലം ചിലപ്പോൾ ദൈവം വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ പുറത്തിട്ട് സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ പരാകുകയല്ല വേണ്ടത്. കർത്താവ് ഇതിനേക്കാൾ എന്തോ നല്ലത് എനിക്ക് തരാൻ പോകുന്നു. ചില സൂചന അത്രയേ ഉള്ളൂ.
നമ്മളെല്ലാവരും മാറി താമസിച്ചിരിക്കണ എല്ലാം ഈ ഒരു അവസ്ഥയിലാണ്. എല്ലാവരും നല്ല മനസ്സോടുകൂടിയൊന്നും ഒരിക്കലും ആരും മാറി താമസിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ് ഈ ഇടയ്ക്ക് 10,700 വീടുകൾ ഞാൻ പാല് കാച്ചിട്ടുണ്ട്. ഒക്കെ പാല് കാച്ചാൻ വേണ്ടി ചെല്ലുമ്പോൾ പല ആൾക്കാരും അവിടെ കാണാനില്ല. എന്താണ്, മരുമകളും അവളുടെ അമ്മയും ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെറുക്കൻ്റെ അമ്മ എന്തി, ഭർത്താവിൻ്റെ അമ്മ എന്തി? അമ്മയെ വിളിച്ച് വന്നില്ലെന്ന് പറയും. ഞാൻ പറയും വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഞാൻ ഇവിടെ അവർ വന്നിട്ട് മാത്രമേ ഞാനിത് പാല് കാച്ചുള്ളൂ എന്ന് പറയും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോൾ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആകണം. മനസ്സിലായില്ലേ? വിഷയത്തിൽ എപ്പോഴും എന്താ ചെയ്യണം? സൈലൻ്റ് ആകണം. ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇളകി മറിയുന്ന ആൾക്കാരായി മാറരുത്. ഇപ്പോൾ അവരങ്ങനെ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഞാനിപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അത്തരം സംസാരിച്ചത് ഭാഗട, ഇനി ഏത് കാലത്ത് ക്ഷമ പറഞ്ഞ് അവർ ഏക്കുക. ഇങ്ങനെ നമ്മൾ തന്നെ ഇളകി മറിയും. നമ്മളിതിന് മറ്റുള്ളവരെയും കൂടി ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ കുഴഞ്ഞു മറിയും. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നുണ്ട്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ ഈ മനസ്സിലിങ്ങനെ ഇളക്കമില്ലേ എപ്പോഴും? എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിരാശ, സങ്കടം, അയ്യോ അങ്ങനെ സംഭവിച്ചല്ല, അമ്മയോട് അങ്ങനെ പറയേണ്ടി വന്നല്ല, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഇളക്കം വരത്തില്ലേ? നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കുഴഞ്ഞ മനസ്സിലായിരിക്കും. നമുക്ക് ഉറക്കവുമില്ല, സ്വസ്ഥതയില്ല. അപ്പോൾ ഒരു ബൈബിൾ ഇതിനെ കുഴഞ്ഞ ചേറെന്നാണ് പറയണത്. കുഴഞ്ഞ ചേറിൽ നിന്ന് ബൈബിൾ ഷിഫ്റ്റ് ചെയ്യണം. എങ്ങോട്ടാണെന്നറിയാവോ? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ബൈബിളിൻ്റെ രീതി. കുഴഞ്ഞ ചേറായിരിക്കും. കുഴഞ്ഞ ചേറാണ് നിൻ്റെ മനസ്സിങ്ങനെ തെറ്റ് ചെയ്തു പോയ തെറ്റിനെ ഓർത്തിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ്. നിരാശയും സങ്കടവും കുറ്റബോധവും എല്ലാമായിട്ട്, ചിലപ്പോൾ വൈരാഗ്യവും, ചിലപ്പോൾ പകയും പ്രതികാരവും. അപ്പോൾ ഇതിന് ബൈബിൾ വിളിക്കണ പേര് കുഴഞ്ഞ ചേറെന്നാണ് വിളിക്കണത്. ഇന്ന് ഈ കുഴഞ്ഞ ചേറ്റ് വെച്ച് ദൈവം ഒന്നും ചെയ്യത്തില്ല. ക്ലിയറാണ്. കുഴഞ്ഞ ചേറ്റിൽ ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. ദൈവം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് സങ്കീർത്തനം പറയണത്. സങ്കീർത്തനം 42. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 42. സങ്കീർത്തനം 42. ഭീകരമായ ഗർത്തത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കയറ്റി. എവിടെ കയറ്റി എന്ന് പറഞ്ഞോളൂ. അടുത്ത വചനം വായിച്ചോളൂ. എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പുകൾ സുരക്ഷിതമാക്കി. അപ്പം നേരത്തെ കാൽവയ്പുകൾ സുരക്ഷിതമല്ലായിരുന്നു. അതാണ് വിഷയം. അപ്പം ദൈവം ഒരു ഷിഫ്റ്റിംഗ് നടത്തും. ചില സമയത്ത് മോസസിനെ ഷിഫ്റ്റ് ചെയ്യണം. കണ്ടില്ലേ? മോസസ് നിൽക്കുന്ന സ്ഥലത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ എൻ്റെ സഹോദരന്മാരെ കാണാൻ പോയി. സഹോദരന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ സമൂഹത്തെ കാണാൻ പോയതാണ്. കണ്ടപ്പോൾ അവന് സങ്കടം വന്ന്. കാര്യം എന്താണ്? വൈക്കോലും വേണ്ട സംഭവങ്ങളൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ ഇഷ്ടികയുടെ എണ്ണം ഫറവ് കുറക്കണില്ല. അപ്പോൾ കുറഞ്ഞ റിസോഴ്സ് കൊണ്ട്, വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ അവരടിയും മേടിക്കുന്നുണ്ട്. അങ്ങനെ അവസ്ഥ ഈജിപ്തുകാരനോട് മോസസിന് വെറുപ്പായി. ഈജിപ്തുകാരുടെ മൊത്തമുള്ള വെറുപ്പാണ് ഒരു ഈജിപ്തുകാരനെ കിട്ടിയപ്പോൾ അവനെ പിടിച്ച് കൊന്ന് മണ്ണിൽ പൊത്തിക്കളഞ്ഞത്. പക്ഷെ ഉടനെ ദൈവം ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഷിഫ്റ്റ് ചെയ്യണ കാണാം, അവിശുദ്ധമായ സ്ഥലത്ത് നിന്ന്. അപ്പം നമ്മൾ ഈ അവിശുദ്ധമായ സ്ഥലത്ത് വീണ്ടും നിന്നാൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. യു മസ്റ്റ് ബി ഷിഫ്റ്റഡ്. അത് നിങ്ങൾ പറയണം, കർത്താവേ എന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയണം. നിങ്ങളുടെ മാനസികാവസ്ഥയായാം, പെരുമാറ്റ രീതികളാകാം. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുഴഞ്ഞ ചേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുഴഞ്ഞ ചേറ്റിൽ നിന്നാൽ ഉടനെ നിങ്ങൾക്ക് കിട്ടാനുള്ള വാഗ്ദാനം എന്താണ്? നിങ്ങളെ പാറയ്ക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യും. അതാണ് വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും ഷിഫ്റ്റിങ് ഒരു പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട രീതി. ഇപ്പോൾ പഴയ നിയമത്തിൽ എന്ന് പറയുന്നത് സ്ഥലമാണ് അഡ്രസ്സ് ചെയ്യണത്.
അപ്പോൾ മോസസിനോടും ഇപ്പോൾ എബ്രാഹു അങ്ങനെ ചെയ്തത്. എബ്രാഹത്തിന് അതാണ് സംഭവിച്ചത്. അങ്ങേരും ഇതുപോലെ കുഴഞ്ഞ ചേറ്റി കിടക്കിയിരുന്നു. വിഗ്രഹാരാധനയും ദൈവത്തിനെ അറിയാത്ത ആൾക്കാരും പലതരത്തിലുള്ള പാപമാലിന്യങ്ങളിൽ പെട്ട മനുഷ്യരും അങ്ങനെ കുഴഞ്ഞ ഒരു ചേറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എബ്രാഹത്തിന് ദൈവം ഷിഫ്റ്റ് ചെയ്യും. ഹാരാനിൽ നിന്ന് വിളിച്ചോണ്ട് പോരും, കാനാൻ ദേശത്തേക്ക് വിളിച്ചോണ്ട് പോരും. അപ്പോൾ ദൈവം ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമ്മുടെ ഒരു അവകാശമാണ്. മനസ്സിലായ? സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സങ്കേതമെന്ന് പറയണത്. മനസ്സിലായില്ലേ? സുരക്ഷിത സങ്കേതം. സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സുരക്ഷിതമായ സങ്കേതം. അത് നമ്മുടെ റൈറ്റാണ്. പക്ഷേ ഇത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഒരു സുരക്ഷിത സങ്കേതം? ബൈബിളിൽ തന്നെ ദൈവത്തെ വിളിക്കണത് സുരക്ഷിത സങ്കേതമെന്നാണ് വിളിക്കണത്. കർത്താവിൻ്റെ സങ്കേതവും പാറയും കോട്ടയുമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. 91 സങ്കീർത്തനം 2-ാം തിരുവചനം. സങ്കീർത്തനം 91:2. കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. കർത്താവ് ആണ് ഈ പാറയെന്ന് പറയുന്ന ആള്. സങ്കേതം എന്ത് സംഭവിച്ച ഈജിപ്തുകാർ ഇപ്പം ഈ 91 സങ്കീർത്തനം ഇല്ലേ, അതൊരു യുദ്ധ സങ്കീർത്തനത്തിൻ്റെ ഒരു യുദ്ധകാല പരിസ്ഥിതിയിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. നമുക്ക് വാർ ടൈമില്ലേ, വാർ റൂം എന്നൊക്കെ പറയുന്നത്, വാർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യുദ്ധകാല പരിസ്ഥിതിയിൽ കുരുക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ അകത്താണ് പറക്കുന്ന അസ്ത്രമൊക്കെ വരണത്. അതിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് എൻ്റെ റീഡ് അഗെയിൻ കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അപ്പൊ നിങ്ങൾ സങ്കീർത്തനം കേട്ടിട്ട് പറയണ്ട, സ്വന്തമായിട്ടൊന്ന് പറഞ്ഞേ, കർത്താവ് എന്റെ സങ്കേതവും എന്റെ കോട്ടയുമാണ്. അതെന്താ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ സങ്കേതവും കോട്ടയും എന്ന് പറഞ്ഞ കാരണം അത് യുദ്ധകാല പരിസ്ഥിതിയിലാണ്. ഒരു ഇസ്രയേലിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം തന്നെ ഈശോ പറഞ്ഞിട്ടില്ലേ, എന്താണ്, നിങ്ങളെ യൂദയായിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ മലമുകളിലേക്ക് പോകട്ടെ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ മലമുകളിലൊക്കെ ഒത്തിരിയേറെ ഇതുപോലെ സങ്കേതങ്ങളുണ്ടാവും. ദാവീദും സാവോളും തമ്മിൽ യുദ്ധം ചെയ്തപ്പോഴും സാവോള് ഒളിച്ചിരുന്നതും അതുപോലെ തന്നെ ദാവീദ് ഒളിച്ചിരുന്നതുമൊക്കെ ഇതുപോലെ ഗുഹയിലാണ്. ഇതിനാണ് സങ്കേതമെന്ന് പറയണത്. മലയിലെ സങ്കേതമെന്ന് പറയണത് മലയിലെ പാറയിടുക്കും ഗുഹകളുമാണ്. എന്ന് വെച്ചാൽ ഇത് ഇസ്രയേൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജിയോഗ്രഫിക്കൽ റീജിയനിൽ അവരനുഭവിച്ച ഒരു വലിയ സുരക്ഷിത സങ്കേതമാണ്. അതവർ ദൈവത്തേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എന്താണ് കാരണം? ഏത് ഗുഹയിലിരുന്നാലും ശത്രുക്കൾ വന്ന്, ഇപ്പം സാവോൾ ഗുഹയിലിരുന്നപ്പോൾ സാവോൾ വന്ന് അദ്ദേഹത്തിൻ്റെ മേലേക്ക് മുറിച്ചുകൊണ്ട് പോയില്ലേ. അപ്പോൾ അതൊന്നും സുരക്ഷിത സങ്കേതമാണെന്ന് പറഞ്ഞാലും സുരക്ഷിതമല്ലല്ലോ. പക്ഷേ സുരക്ഷിതമായ സങ്കേതം കർത്താവ് മാത്രമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നീ എൻ്റെ സങ്കേതവും കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വചനമാണ്. നിങ്ങൾ പാറ എന്ന് പറയുമ്പോൾ, ഒരു കോട്ട എന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊന്നും അല്ല പ്രശ്നം. അതായത് കർത്താവിനാണ് ഇവർ പാറ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാശക്കുഴിയാണ്, കുഴഞ്ഞ ചേറെന്ന് പറഞ്ഞ നാശക്കുഴിയാണ്. എപ്പോഴും ആണ്ടുപോകാൻ നമ്മൾ ചിലപ്പോൾ ദുഃഖത്തിൽ ആണ്ടുപോകും, ചിലപ്പോൾ പ്രതികാരത്തിൽ ആണ്ടുപോകും, ചിലപ്പോൾ മ്ലേച്ഛതകളിൽ ആണ്ടുപോകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ ദൈവത്തിന് സഹകരിക്കാൻ പറ്റുന്ന ഒരു ഇടത്തിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യണത്.
അതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് മോസസിന് പ്രതികാരം, വൈരാഗ്യം, മത്സരം, അങ്ങനെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഹൊറേബിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈജിപ്തിൽ നിന്ന് ഹൊറേബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞ വാക്ക് എന്താണ്? എനിക്കിവിടെ വെച്ച് നിന്നെ സഹായിക്കാനും നിന്നോടുകൂടെ പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു ഇടമാണ്. നിൻ്റെ ചെരുപ്പൂരി വെക്കണം. അത് പിന്നെ എന്ത് ചെയ്യണം? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും പരിശുദ്ധമാണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഒരു കൺവേർഷൻ നമുക്ക് സംഭവിക്കുന്നത്, അപ്പോൾ ആ സ്ഥലം പരിശുദ്ധമായിട്ട് മാറും. ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ഏരിയ ആയിട്ട് മാറും. അതായത് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലിയാക്കി മാറ്റണം. അതായത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രീ റെക്വിസിറ്റാണിത്. അതായത് നിങ്ങളെ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലിയാക്കി മാറ്റുക. എന്താ സംഭവം? ഹൊറേബിലേക്ക് മോസസിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പറയണത് എന്താണ്? നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്. അപ്പം നേരത്തെ നീ പ്രതികാരവും വൈരാഗ്യവും മത്സരവും എല്ലാം നാശക്കുഴിയിൽ കുഴഞ്ഞ ചേറ്റി കിടക്കിയിരുന്നു. അവിടുന്ന് ഞാൻ നിന്നെ തിരിച്ച് വിളിച്ചിരിക്കുകയാണ്. ഇനി എന്താ വിളിക്കുമ്പോൾ ഈ പാറപ്പുറമെന്ന് പറയണത് പോലെ തന്നെ പറയണത് ഒരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന പാറയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു വ്യക്തി പാറയായിട്ട് കൺവേർഷൻ ചെയ്യും. അതാണ് വിഷയം. നമ്മളൊരു പാറയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴും മത്തായി ശ്രീകാട് സുവിശേഷം 7:24 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 7:24. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും പറ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഗുഡൻസ് എന്ന് പറയുന്നത്. വേറെ ചുമ്മാ പാറയും മണ്ണും പറയുകയല്ല. അതായത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ബൈബിള് ഒരു വ്യക്തിയുടെ ആധ്യാത്മികതയെ ബിൽഡപ്പ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് എല്ലാ വിഷയങ്ങളോടും ആവശ്യമില്ലാതെ പ്രതികരിക്കുകയും ചിലപ്പോൾ നമ്മൾ തന്നെ വീക്ക് വാങ്ങിക്കും, ചിലപ്പോൾ നാട്ടുകാരെ ചിലപ്പോൾ അവർക്ക് തിരിച്ച് പണി കൊടുക്കും. ഇങ്ങനെ നാശക്കുഴി കുഴഞ്ഞു മറിഞ്ഞ് കിടന്ന ആൾക്കാരെ വീണ്ടെടുക്കാനും ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന ഫസ്റ്റ് ഡോസ് എന്താണത്? വചനം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ്റെ ഈ വചനം കേൾക്കുകയും എൻ്റെ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. അപ്പോഴേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവൻ പലതരത്തിൽ ദൈവത്തിൻ്റെ വചനം നിരാകരിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലുമൊക്കെ ആശ്രയിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ കുഴപ്പവും മുറിവുകളും ഒക്കെ ഉണ്ടാക്കി നാശക്കുഴി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഇവന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യണത് അവനോട് പറയും ദൈവവചനം അനുസരിച്ച് ജീവിതം പുനഃക്രമീകരിക്കാൻ ചെയ്യും. ദാറ്റ് ഈസ് കവനൻറ്റ്. മനസ്സിലായില്ലേ? ഇവിടെയാണ് കവനൻറ്റ് വരണത്. ഉടമ്പടി വരുന്നത് അങ്ങനെയാണ്. നാശക്കുഴി എന്നുള്ള രക്ഷിക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു മെത്തേഡാണ് ഉടമ്പടി. അപ്പോൾ ദൈവം പറയും എനിക്ക് നിനക്ക് കമ്മ്യൂണിക്കബിളായിട്ട് ഇപ്പം നമ്മൾ ചിലരോട് മൊബൈൽ വിളിക്കുമ്പോൾ പറയും നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയത്തില്ലേ? അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഒരാളുമായിട്ട് മൊബൈൽ സംസാരിക്കുമ്പോൾ പറയും നമ്മൾ കീ കൂക്കു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഏയ് നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയും. എന്താ കാര്യം? ദൈവം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യും. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് റേഞ്ചുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി നിർത്തും. മോസസിന് റേഞ്ചില്ലാത്ത സ്ഥലത്ത് നിന്ന ആളാണ് മോസസ്.
എബ്രാഹിം റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന ആളാണ്. കാര്യം വല്ല മഹാപോക്രികളായിരുന്നു. മഹാപോക്രികളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അവനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് വിഷയമാണ്. അത് വിട്ടുപോരാൻ പറയും. അതുകൊണ്ട് വിട്ടുപോരാൻ ലോത്തിനോടൊക്കെ പറയത്തില്ലേ, നിങ്ങൾ അവരെ വിട്ടുപോരാനൊക്കെ പറയത്തില്ലേ. അതായത് എപ്പോഴും ചില സമയത്ത് ദൈവത്തിന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് വിട്ടുപോരുക. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഉൽപ്പത്തി 19:14. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനെന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ ഈ സ്ഥലം വിട്ടുപോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ കർത്താവ് നശിപ്പിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപോരാൻ, ഷിഫ്റ്റ് ചെയ്യാൻ പറയും. അതായത് നമ്മൾ തിന്മകളിലാണെന്നെങ്കിൽ അവിടെ എപ്പോഴായാലും നാശം വരും. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ തിന്മയുടെ ഒരു അവസ്ഥയിലാണ്, കെട്ടുപാടിലാണ്, ചുറ്റുപാടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വിട്ടുപോരേണ്ടി വരും. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം. കമ്മ്യൂണിക്കബിൾ റേഞ്ചുള്ള ഏരിയയിലല്ല നിൽക്കണത്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിരക്കാത്ത പ്രണയത്തിലും മറ്റു കാര്യങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മുട്ടുകയെന്ന് കർത്താവിൻ്റെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ അകപ്പെട്ടതാണ്, അല്ലെങ്കിൽ എന്നെ അകപ്പെടുത്തിയതാണ്. ഇപ്പം എനിക്ക് ഞാൻ ചെയ്യണ എല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. ആണല്ലേ പെണ്ണല്ലേ, രണ്ട് ജാതിയല്ലേ, പിന്നെ അടുത്ത് വേറെ എന്നാ നോക്കാനാണ് എന്ന് പറയാം. അങ്ങനെ നോക്കി അപ്പം നമ്മൾ ആ രീതി പെട്ടിരിക്കുന്ന സാധനം നമ്മൾ പെട്ടതാണ്. ആണും അല്ലേ, ഇന്ന് രണ്ട് ജാതിയല്ലേ, ആണും പെണ്ണും രണ്ട് ജാതിയല്ലേ ഉള്ളൂ, പിന്നെ എന്താ ഇതിൻ്റെ അത് വേറെ, അതൊക്കെ പിന്നെ മതക്കാരുണ്ടാക്കുന്ന സംഭവമല്ലേ. പക്ഷേ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഉൽപ്പന്നമല്ല വിശ്വാസം. ആണോ? ഹൈബ്രിഡ് ഉൽപ്പന്നം അല്ലല്ല. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഊതിക്കാച്ചിയ പൊന്നുപോലെ 10,000 ദൈവദാസന്മാരുടെ ജീവിതം കൊണ്ട് വിശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത ഏറ്റവും ശക്തമായ ഒരു ഉറപ്പുള്ള സ്ഥലത്താണ്. കാര്യം അതിൻ്റെ ഇപ്പം നമ്മുടെ വിശ്വാസത്തിൽ തന്നെ എന്തുമാത്രം ആസ്തിഭദ്രതയാണുള്ളത്. ഇപ്പോൾ ശബശാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന സഭ അത് വൃത്തികേടായിട്ട് 50 പെരുന്നാളാക്കി മാറ്റി. അതിന് നമുക്ക് പണി വരുന്നുണ്ട്, അതിരിക്കട്ടെ, ഞാൻ അത് പറയണില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് പേക്കൂത്താണ് ഈ 50 പെരുന്നാളായിട്ട് നടത്തുന്നത്. ഊളപ്പാട്ടൊക്കെ പാടി, പൂളക്കള്ളൊക്കെ കുടിച്ച്, പൂളക്കള്ളം കുടിച്ച് ഊളപ്പാട്ടും പാടി പിശാസിനെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സെബസ്ത്യാൻ 50 മുറിഞ്ഞ് ചത്തത് എന്തിനാണ്? ഈ മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട് മകളെ കെട്ടിച്ച് കൊടുക്കാമെന്ന് ഡയക്ലേഷൻ പറഞ്ഞു, പറമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. തൻ്റെ പറമ്പും വേണ്ട എനിക്ക്, തൻ്റെ പെണ്ണിനെയും വേണ്ട, ഞാൻ വിശ്വസിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിരുമാറ് കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായപ്പോൾ അവന് വേണ്ടി വേലപ്പട്ടിനെ കാണിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ വെറുതെ വിടുക ദൈവം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ സഭയിൽ നിന്ന് മാറ്റേണ്ടതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഏരിയ, റേഞ്ചുള്ള ഏരിയ, ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഇടത്തിലേക്ക്, അതാണ് ഉടമ്പടി ആദ്യം ചെയ്യണത്. ഉടമ്പടി എന്താ ചെയ്യണത്? അനുദപിക്കുക, അനുസരിച്ചാൽ നിങ്ങൾ അത്ഭുതം പ്രാപിക്കും. അതാണ് സംഭവം. ആദ്യം അനുതാപത്തിലേക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുന്നല്ലേ, അനുതാപം എന്ന് പറയുമ്പോൾ നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ പൊതുവെ പറയുന്ന ഒരു അനുതാപമല്ല. ഉടമ്പടിയിൽ അനുതാപം എന്ന് പറയുന്നത് ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ തലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നതിൻ്റെ അർത്ഥം. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന, നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന, അതിന് കുറച്ച് വിട്ടു പോരേണ്ടി വരും. മനസ്സിലായേ? ലോത്തിൻ്റെ അപകടം എന്താ സംഭവിച്ചത്? ലോത്ത് കൂടാരം സൊദോം വരെ നീട്ടിയടിച്ചു. അതാണ് പ്രശ്നം. ലോത്തിൻ്റെ പ്രോബ്ലം അതല്ലേ. ലോത്ത് നശിക്കാനുണ്ടായിരുന്ന ഇടവ് എന്താണ്? ലോത്തിന് പിന്നീട് ഈ ജോർദാനൊക്കെ ലോത്തിന് ആകാൻ കാര്യം എന്താണ്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ കിട്ടിയോ അല്ലെങ്കിൽ മരുഭൂമി കിട്ടിയോ എന്നല്ല. മരുഭൂമി കിട്ടി എബ്രാഹാം തെളിഞ്ഞു പോവുകയും ചെയ്തു. ജോർദാൻ അന്ന് നനച്ച് വളർത്തപ്പെട്ട പുരയിടങ്ങൾ കിട്ടിയ ലോത്ത് നശിക്കുകയും ചെയ്തു. എൻ്റെ മക്കളെ, നാശവും നന്മയൊക്കെ അന്തിമമായി തീരുമാനിക്കുന്ന കർത്താവാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കുന്നത്. പ്രൈസ്തലോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബൈബിളിലെ ശക്തമായൊരു വേർഡാണ് ഞാൻ അന്വേഷിക്കുന്നത്. ലോത്ത് സോദോം വരെ തൻ്റെ കൂടാരം നീട്ടി നിർമ്മിച്ചു. ലോത്തിൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ അവരുടെ കൂട്ടുകെട്ടില്ലേ. സോദോമിൻ നിവാസികളെക്കുറിച്ച് അറിയാമല്ലോ, ദൈവം നശിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സമൂഹമാണ്. ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ സഭയിൽ സംഭവിച്ച ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ ദയനീയാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോസെക്സ്വൽസിൻ്റെ വിവാഹം ജർമ്മൻ മെത്താന്മാർ ബ്ലസ് ചെയ്തതാണ്. അതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത്. സ്വന്തം നിവാസികളാണ് പുരുഷന്മാരും തമ്മിൽ ഇണചേർന്നിരുന്നത്, സ്ത്രീകളും തമ്മിൽ ഇണചേർന്ന് ദൈവം അതിനെ മ്ലേച്ഛമായിട്ട് നശിപ്പിച്ച സ്ഥലമാണ്. ഈ നാശത്തിൻ്റെ സംസ്കാരം വീണ്ടും ഈ കാലങ്ങൾ രൂപപ്പെട്ടു വന്നത് ചില മെത്രാന്മാർ അതിനെ ആശീർവദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചാർജിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതിനെ റിയാക്ട് ചെയ്തേനാ. സത്യത്തിന് സൂക്ഷിപ്പുകാരാവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഹോളി സീ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് സാക്ഷികളായി പരിഷ്കരിക്കാൻ അത് ശക്തമായ സമയത്ത് മനുഷ്യൻ്റെ മുഖം നോക്കാതെ വിശുദ്ധിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ സഭയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മുതലാണ് എബ്രഹാത്തിനോട് ദൈവം പറഞ്ഞത്, എന്താ പറഞ്ഞത്? നീ കുറ്റമറ്റവനായിരിക്കണം, ലോത്തിനെ പോലെ ആവരുതെന്ന്. അതാണ് വിഷയം. ലോത്തിൻ്റെ വിഷയം, ലോത്ത് ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് തൻ്റെ ശിക്ഷാവിധി ഏറ്റുമേടിച്ച നിമിഷം ലോത്തിനോട് വേർപിരിഞ്ഞു പോരാൻ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു എബ്രഹാം. സ്വന്തം സഹോദരൻ്റെ മകനാണ് ലോത്ത് സഹോദരൻ്റെ മകനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ പാപകരമായ സാഹോദര്യം കോംപ്രമൈസ് ചെയ്യണില്ല. അതാണ് വിഷയം. ഇപ്പം നിങ്ങളുടെ സഹോദരൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥയില്ല. ലോത്ത് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം, ലോത്തിനെ വേർപിരിഞ്ഞതിന് ശേഷം എബ്രഹാം ലോത്തിനെ പിന്നെ രക്ഷിച്ചു. പക്ഷേ പിന്നീട് അവർ പിരിയുകയും ചെയ്തു. പക്ഷേ എന്നാലും ലോത്ത് എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം പ്രോബ്ലമാണ്. കാര്യം അയാളുടെ മനസ്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരണത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് വേർപിരിയാൻ വേണ്ടി, പക്ഷേ എബ്രഹാം ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അതേ വിഷയം തന്നെയാണ്. ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നപ്പോൾ അതിൻ്റെ കൂടെ ഹാരാൻ്റെ കൂടെ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ കൂടി വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഹാരാനിൽ നിന്ന് പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? എബ്രഹാം ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന വിഗ്രഹാരാധനയും ഇതുപോലെ സ്വജന വർഗഭോഗവും സ്വവർഗഭോഗവും ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട മ്ലേച്ഛമായ ജീവിതത്തിൽ നിന്നാണ് എബ്രഹാത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ വിളിച്ചുകൊണ്ട് പോകുന്നപ്പോഴേ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കൂടെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ദൈവം ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. അതാണ് വിഷയമായി പോയത്. ഇപ്പം യാക്കോബിൻ്റെ 2 ലേയായും റാഖേലും പോന്നപ്പോൾ റാഖേലും അവിടുന്ന് ലാബാൻ്റെ അടുക്കൽ നിന്ന് തിരിച്ച് വാഗ്ദാന നാട്ടിലോട്ട് പോരുമ്പോൾ അവരുടെ വിഗ്രഹത്തെ കൂടി റാഖേൽ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നായിരുന്നു, ഇല്ലേ? അതാണ് വിഷയം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് യാക്കോബുമായിട്ട് മൽപ്പിടുത്തത്തിന് ദൈവം തയ്യാറായതിന് കാര്യം. ഇവൻ്റെ എളി ഉളുക്കി കളയാൻ കാരണം അതാണ്. ഇവൻ കുറേ ധാരണയാണ്. എനിക്ക് ആടുണ്ട്, പശുവുണ്ട്, ഒട്ടകമുണ്ട്, അതെല്ലാം കൊടുത്ത് ചേട്ടായിയെ വശത്താക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടായിയെ കണ്ടപ്പോൾ യേശാവ് പറഞ്ഞു, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ കടിഞ്ഞുള്ള അവകാശം അടിച്ചുകൊണ്ട് പോയി. പക്ഷേ അടിച്ചുകൊണ്ട് പോയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാര്യം നിനക്കുള്ളതിനേക്കാൾ കൂടുതൽ ഇരട്ടി ദൈവം എനിക്ക് തന്നു. പിന്നെ നീ എന്തടിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്.
അതാണ് വിഷയം. ഒന്നും അടിച്ചുകൊണ്ട് പോയിട്ടില്ല, നിങ്ങൾക്ക് തോന്നിയത് അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കതൊന്നും വേണ്ട, ആവശ്യത്തിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായിയെ വശത്താക്കാൻ വേണ്ടി മാനുഷികമായ ചില തന്ത്രങ്ങളാണ് യാക്കോബ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മാനുഷിക തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വെച്ചുകൊണ്ട് നീ മേൽക്കോയ്മ നേടാൻ നോക്കണ്ട. അതിനെ വിട്ടുമാറിയിട്ട് ദൈവമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് വരണത് അങ്ങനെയാണ്. ഫൈറ്റ് വന്ന അവസാനം ഇവൻ്റെ എളി ഉളുക്കി കളയും. അപ്പോൾ യാക്കോബിന് മനസ്സിലാകും ഇനി ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ജീവിക്കാമെന്ന്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യുന്ന ഇടത്ത് വെച്ച് അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്റെ ഉടമയായി എന്നെ പുനഃക്രമീകരിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ.